പുതിയൊരു സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ആൻറ്റിയുടെ കൂടെ അതിനുമ്പറ്റും കൂടെ ഒരു ഫംഗ്ഷനും പോകാൻ പോണ ഒരു ഫംഗ്ഷനാണ് കല്യാണം. ആദ്യ കല്യാണം ആൻറ്റി ഞങ്ങളെ തിരുബന്ധിച്ചോണ്ട് പോവാണേ. ഒരുങ്ങി സുന്ദരൊക്കെ നല്ല മേക്കപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ? ലോഷനൊക്കെ തേച്ചേ. ആണ്ട് ഇതാണ് ലോഷൻ. കുഞ്ഞുള്ളവർ തേക്കുന്നതാണ്. വേണ്ട ആ ദിവസം ഞങ്ങൾ തേച്ചു. അത് മൂത്ത് തേക്കുന്നതാണ് ബോഡി ലോഷൻ അല്ല, ഇത് മൂത്ത് തേക്കുന്ന ലോഷനാണ്. വേണ്ടോ തേക്കുന്നുണ്ടോ? മൂത്ത് തേക്കുന്നതാണ് അല്ല, പക്ഷെ മുഖത്ത് തേച്ചിട്ട് ഫംഗ്ഷന് പോണേ. അപ്പം അവിടെ പോയിട്ട് ബാക്കി ഇടണം. ബൈ. അപ്പുറത്തെ കഴിച്ചിട്ടില്ല, അപ്പുറത്തെ ഇട്ടിട്ട് വരാവേ. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചേട്ടാ ഇപ്പുറത്തെ ഉണ്ട്. കാണിച്ചേട്ടെ ഗിഫ്റ്റ്. അമ്മച്ചിയുടെ കയ്യിൽ മറ്റേ എല്ലാം കൂടി ഉണ്ടോ? ആരുടെ കല്യാണത്തിനാ പോകുന്നതെന്ന് പോലും അറിയാതെ എന്നാലും നമ്മൾ ഒരുക്കത്തിൽ മാറിക്കത്. ഒരുക്കത്തിൽ ഒരു മാറ്റം. हाँ എല്ലാരും പോയിട്ട് വന്നോ? അവന്മാരൊന്നും പോയി കാണത്തില്ല. ഇച്ചിരി ലിപ്സ്റ്റിക് ഇടുന്നോ? ഇടണമെന്ന് ആഗ്രഹമുണ്ടോ? നെയ് വരട്ടിയോണ്ട് കുഴപ്പമില്ലയോ? നെയ് വരട്ടിയോണ്ട് കുഴപ്പമാണ്. ലിപ്സ്റ്റിക് ഇട്ടാതെ മതി. എനിക്ക് ഇച്ചിരി ഒരു കഴിക്കുമ്പോൾ എല്ലാം വയറ്റി പോത്തില്ലയോ? മോടെ ചുണ്ട് നോക്കിയേ, നല്ല കളറില്ലയോ? നോക്കാണ്ടേ കണ്ടോ? ഇത് നല്ല ഭംഗിയുണ്ട്. എവിടെ ഇങ്ങനെ ആക്കിയേ. ഓക്കെ. ഞങ്ങളിപ്പോൾ ഈ പോകുന്ന കല്യാണമല്ലേ, അത് ആരുടെ കല്യാണമാണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ചെറുക്കനെയും പെണ്ണിനെയും ഒന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം ചെറുക്കനും പെണ്ണൊന്നും അവിടെ ഇല്ലായിരുന്നു. ഈ മറ്റേ നമ്മുടെ നാട്ടിൽ ഈ ഘോഷയാത്രയ്ക്കൊക്കെ പോകത്തില്ലേ, അതുപോലെ ഇവിടെ ചെറുക്കനും പെണ്ണും ഇങ്ങനെ ഘോഷയാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. കുതിരപ്പുറത്തൊക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരു പ്രാവശ്യം എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം പോകുന്ന രണ്ടാമത്തെ കല്യാണമാണ് ഇത്. അത് ആരായിരുന്നു അറിയായിരുന്നു, മറ്റേ കല്യാണം. പക്ഷേ ഇത് ആരാന്ന് കൂടി അറിയില്ല, അങ്ങനെ പോയതാണ്. കൊച്ചില്ലേ, ഇത് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ഖുഷി എന്നാണ് പേര്. കുഞ്ഞുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പം കുഞ്ഞുവിനും ഇവിടെ മൊത്തം ഫ്രണ്ട്സ് ആണല്ലോ. ആൻറ്റിയാണ് ഇവർക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ആൻറ്റിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. പിന്നെ ബാക്കി പിന്നെ വഴിയേ പറയും. ഭയങ്കര DJ മ്യൂസിക്കൊക്കെ ആയിരുന്നു അവിടെ കേട്ടോ. ഭയങ്കര ഹെവി പ്രോഗ്രാമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ, നല്ല വൈബായിരുന്നു. അതിൻ്റെ കൂടെ ഇവിടെ തണുപ്പ് തുടങ്ങി, നല്ല തണുപ്പായിരുന്നു. അപ്പം തണുപ്പിൻ്റെ കൂടെ രാത്രിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. കൊള്ളാം. പിന്നെ നിറയെ ഫുഡുണ്ടായിരുന്നു. ഫുഡെന്ന് പറഞ്ഞാൽ നോൺ വെജ് ഒന്നുമില്ല കേട്ടോ, ഫുൾ വെജിറ്റേറിയൻ ഫുഡ്. പാസ്ത ഞങ്ങളെല്ലാം കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തു. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തു. പാസ്ത തന്നെ 2 തരത്തിലുണ്ടായിരുന്നു. പാസ്ത, മാക്രോണി, അങ്ങനെ ഒരു മിക്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു വൈറ്റ് കളർ അതത്ര സുഖമില്ലായിരുന്നു കഴിക്കാൻ. പിന്നെ ഇതിന് പത്താശ എന്നാണേ പറയുന്നത്. നമ്മൾ പാനിപ്പൂരി എന്ന് പറയത്തില്ലേ, നമ്മുടെ പാനിപ്പൂരി ഇവിടെ എല്ലാവരും പത്താശ എന്നാണ് പറയുന്നത്. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു പത്താശ കഴിക്കാം. ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഭവമെന്ന് പറഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോൾ പാനിപ്പൂരി. പിന്നെ വിളിച്ചതല്ലേ എന്ന് പറഞ്ഞ് പോയി കഴിച്ചിട്ട് വന്നു. ഞാനും കഴിച്ചു, കുഞ്ഞും കഴിച്ചു. ചെറിയ ഏരിയ ഉണ്ടായിരുന്നു ആദ്യം കഴിച്ചത്, പക്ഷെ കുഞ്ഞുവിന് ഞാൻ മധുരമുള്ളത് നോക്കിയാണ് വാങ്ങിച്ചു കൊടുത്തത്.
ഇത് ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ പേര് ഞാൻ എല്ലാ സാധനങ്ങളുടെയും പേര് ആൻറ്റിയോട് ചോദിച്ച് പഠിച്ചിട്ടുണ്ട്. ഇത് ആലൂ ടിക്ക. ആലൂ ടിക്ക എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു എന്തോ ഒരു സംഭവം. ആ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടിങ്ങനെ ഒരു കട്ട്ലറ്റ് ഷേപ്പിലുണ്ടാക്കി അതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്ത് വെജിറ്റബിൾസൊക്കെ ഇട്ട് കുറച്ച് സോസൊക്കെ ആഡ് ചെയ്ത് ഒരു പാനിപൂരിയുടെ വേറൊരു സെറ്റപ്പ്. ഇതിനെന്തോ ഇവിടെ പറയുന്നതെന്ന് അറിയത്തില്ല. ആലൂ ടിക്ക എന്ന് മാത്രമേ പറയാറുള്ളൂ. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയത്തില്ല. ഇതാണ് ഗോബി മഞ്ചൂരി. അത് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പാസ്തയാണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ നൂഡിൽസ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഉണ്ടാക്കിയത് തീർന്നു പോയി. പിന്നെ അത് ഉണ്ടാക്കി തീരുന്നത് വരെ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഗൈസ്. കുറേ നേരം വെയിറ്റ് ചെയ്തു. കുഞ്ഞാണെങ്കിൽ ഇന്നലെ മാഗി കഴിക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലത്. ഇത് കണ്ടിട്ട് കുഞ്ഞു പറഞ്ഞു എനിക്കിപ്പം മാഗി വേണമെന്ന്. ഞാൻ പറഞ്ഞു അത് മാഗി അല്ല, നൂഡിൽസാണ്. കുഞ്ഞു പറയാം എന്തായാലും വേണ്ടിയില്ല, എനിക്ക് അതുപോലെ ഇരിക്കുന്ന ഒരു സാധനം കിട്ടിയാൽ മതി. ദോശ ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്നില്ലേ, അത് പക്ഷേ ശരിക്കും ദോശയല്ല ഗൈസ്. ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചു. അതിൻ്റെ പേര് ഷീല എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ആൻറ്റി അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ അന്നേരം തൊട്ട് ഷീല എന്ന് നമ്മുടെ ഒരു പേരല്ലേ, അതുകൊണ്ട് ഞാൻ അതിങ്ങനെ കളിയാക്കിയിട്ട് ഷീല കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേര് എനിക്ക് കിട്ടിയില്ല. ആൻറ്റിയോട് ചോദിച്ചപ്പം പുള്ളിക്കാരി ഷീല എന്ന് തന്നെ പറഞ്ഞത്. ഇനി വേറെ വല്ല അക്ഷരങ്ങളും ആയിരുന്നോ എന്നും എനിക്ക് ഓർമ്മയില്ല. പുള്ളിക്കാരനില്ലേ, ഞാൻ ഇതുണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തൊട്ട് അവിടെ ചെന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും. ഈ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എന്തിനായി കോച്ച് ഇത് ഓണാക്കി വെച്ചേക്കുന്നതെന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കും. എന്നിട്ട് എൻ്റെ കയ്യിലോട്ട് നോക്കും, ഫോണിലേക്ക്. ആ ഗ്രീൻ വളയിട്ട കൈയില്ലേ, അതാണ് എൻ്റെ കൈ, എൻ്റെ സ്വന്തം കൈ. പുള്ളിക്കാരൻ അങ്ങനെ ബാക്കി ആ സൈഡിൽ കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തന്നു. എന്നിട്ട് എന്നെ നോക്കിയിട്ട് നല്ലൊരു ചിരിയും ചിരിച്ചു. അത്ര നേരം വീഡിയോ എടുത്തതുകൊണ്ടായിരിക്കും. ഞാനും തിരിച്ച് നല്ലൊരു ചിരി ചിരിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചട്നിയും സോസും നമ്മൾ അവിടുന്ന് എടുത്തതാണ്. ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദോശയുടെ ടേസ്റ്റൊക്കെ തന്നെ, കറക്റ്റ് ദോശയല്ല കേട്ടോ. പിന്നെ ഇതാണ് പനീർ ടിക്ക. എല്ലാത്തിൻ്റെയും കൂടെ ടിക്ക ചേർത്താണെന്ന് തോന്നുന്നു ഇവരുണ്ടാക്കുന്നത്. പനീർ ടിക്ക അതിൻ്റെ കൂടെ അത് ഗ്രില്ല് ചെയ്താണ് ഉണ്ടാക്കുന്നത്. തക്കാളി, ക്യാപ്സിക്കം, ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഗ്രില്ല് ചെയ്യും, ഒറ്റ ഗ്രില്ലാക്കിയിട്ട്. അത് പിന്നെ എടുത്തിങ്ങനെ അതേ കണ്ടില്ലേ ആ ചേട്ടൻ പീസാക്കുന്നത്, അതുപോലെ ഇങ്ങനെ പീസാക്കി ആദ്യം വരുന്നവർക്കെല്ലാം കുറേ ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കും. ലാസ്റ്റ് കിട്ടുന്നവർക്ക് അത്ര ലക്കില്ല, കാരണം ലാസ്റ്റ് ഒരു പീസൊക്കെ ഇതേ കിട്ടാറുള്ളൂ. പിന്നെ ഇതെല്ലാം കഴിച്ച് കുഴഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ നിർത്താമെന്ന് തോന്നിയില്ല. കാരണം പിന്നെ ഫുഡ് ഇരിക്കുകയല്ലേ, അതെല്ലാം കഴിക്കണ്ടേ. ആൻറ്റി ഇതിൽ സെർവ് ചെയ്യാൻ ഭയങ്കര കഴിവുള്ള ആളായതുകൊണ്ട് ആൻറ്റി ഇങ്ങനെ വിളമ്പി തരികയാണല്ലോ. എനിക്ക് വീഡിയോ എടുക്കണം, പ്ലേറ്റ് പിടിക്കണം. ഇത് റസ്മലായി ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യമായിട്ട് കഴിച്ച സ്വീറ്റ് ഇതായിരുന്നു. ആ സമയത്ത് കുഞ്ഞുൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു ഇവിടെ വെച്ചിട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ റസ്മലായിയുടെ കേക്കായിരുന്നു വാങ്ങിച്ചത്. അങ്ങനെ ആദ്യമായിട്ട് കഴിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ കുഞ്ഞു പ്ലേറ്റിലിരിക്കുന്നത് ഹൽവയാണ്. ഹൽവ മീൻസ് എന്തോ ഒരു ഹൽവ. ഇത് ചെറിയൊരു നമ്മുടെ ബോണ്ട പോലെ, അത് ചെറുതാക്കിയുള്ള സാധനം. ആ സ്ക്വയറിൽ വെച്ചത് പപ്പടമാണേ. നമ്മുടെ നാട്ടിൽ പപ്പടമല്ല, ഇവിടെ മസാല പപ്പടം. പിന്നെ ബൂരി. ഇതാണ് മട്ടർ പനീർ മസാല. നല്ല ടേസ്റ്റായിരുന്നു. വയറ് ഓൾറെഡി ഫുള്ളായതുകൊണ്ട് ഒരുപാട് കഴിക്കാനൊന്നും പറ്റിയില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാനേ. എനിക്കെന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ലൊരു പ്രത്യേകതരം ഭംഗിയുണ്ടായിരുന്നു. ആൻറ്റി വിളമ്പാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് ആൻറ്റി തന്നെയല്ല വിളമ്പി തന്നു. ആ ലാസ്റ്റ് ഒഴിച്ചത് സോയാബീൻ്റെ കറിയാണ്. പിന്നെ ഇത് റൈസ് നല്ല ടേസ്റ്റായിരുന്നു, പ്ലെയിൻ റൈസ്. കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ റൈസും റസ്മലായി ആണെന്നാണ് പറഞ്ഞത്. ഇതാണ് ദഹി വട. ഇത് വെറും വടയാണ്. ഇതിനകത്ത് തൈരിനാണ് ദഹി എന്ന് പറയുന്നത്, അറിയാത്തവർക്കായി. തൈര്, പിന്നെ അതിൻ്റെ പുറത്ത് എന്തോ ഒരു മസാല, വലിയ എരിയൊന്നുമില്ല. പിന്നെ അതിൻ്റെ പുറത്ത് ആൻറ്റി കുറേ മസാല വാരിയിട്ടു. ആൻറ്റിക്ക് അറിയാം ഞാൻ മസാല കഴിക്കില്ലെന്ന്, പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ആൻറ്റി ഇങ്ങനെ ഇട്ടതാണ്. ഞാൻ കഴിക്കുന്ന സമയത്ത് ആൻറ്റി തന്നെ ആ മസാല ഇങ്ങനെ നീക്കി മാറ്റിയിട്ട് എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുള്ള് സീറ്റ് ഇല്ലായിരുന്നു, സീറ്റ് ഫുള്ളായി പോയായിരുന്നു. ഒരുപാട് പേര് ഇരിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ അതിൻ്റെ സൈഡിലൊരു മരം ഉണ്ടായിരുന്നു, അതിൻ്റെ പടിയുണ്ടായിരുന്നു.
അവിടെ ഇരുന്ന് എവിടെ ഇരുന്നാലും കഴിച്ചാൽ പോരെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. അവിടെ ആരൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് ഇപ്പോൾ എണീറ്റ് മാറിയതാ. പ്ലേറ്റൊന്നും ആരും എടുത്തുകൊണ്ടൊന്നും പോകത്തില്ല. കുഞ്ഞുവിനങ്ങനെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. കുഞ്ഞിങ്ങനെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. ആ റസ്മലായി കഴിച്ച് തീർന്നു കഴിഞ്ഞിട്ട് രണ്ടാമത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെയും കഴിച്ചത്. കുഞ്ഞുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുവിൻ്റെ അടുത്ത് പറഞ്ഞു 2 പീസ് വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന്. അതിൻ്റെ പേരാണ് റസ്മലായി എന്ന് കുഞ്ഞുവിന് അറിയത്തില്ല. റസ്മലായി എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു വിചാരിച്ചത് അതിൻ്റെ ഐസ്ക്രീം പോലെ ഇരിക്കുന്ന സാധനമല്ലേ, അതായിരിക്കും എന്ന്. എന്നിട്ട് കുഞ്ഞു പറഞ്ഞു അതിനകത്തുള്ള കേക്ക് 2 വാങ്ങിച്ചുകൊണ്ട് വരണേന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. രണ്ടാമത് റസ്മലായി വാങ്ങിച്ചുകൊണ്ട് വരുവാണേ. കുഞ്ഞുവിനത് കണ്ടപ്പോഴത്തേക്ക് ഫുൾ ബൾബ് കത്തിയ ഫീലായിരുന്നു കണ്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും വാങ്ങിക്കാമെന്ന് പറയാമായിരുന്നു. എനിക്കറിയാം ഇനിയും കഴിച്ചു കഴിഞ്ഞാൽ രാത്രി എനിക്ക് തന്നെ പണി കിട്ടുമെന്നുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ എന്തിനാണോ എന്തോന്നറിഞ്ഞില്ല, ഞങ്ങൾ പിന്നെ ഒരു കോഫിയും കൂടെ കുടിച്ചു. സ്ഥലമില്ലായിരുന്നു, പിന്നെ കോഫിയെ മാത്രമായിട്ട് മാറ്റി നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആദ്യം തൊട്ട് കുഞ്ഞു നോക്കി വെച്ചിരുന്ന പോപ്കോൺ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് വാങ്ങിച്ചത്. കാരണം ആദ്യം പോപ്കോൺ തിന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് കഴിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 2 കയ്യിൽ ഓരോരോ പോപ്കോൺ വാങ്ങിച്ചിട്ട് എല്ലാവരോടും ബൈ ബൈ സീ യു പറഞ്ഞിട്ട് പതുക്കെ ഞങ്ങൾ ഒരു റൗണ്ടും കൂടെ അവിടേക്ക് ഒന്ന് കറങ്ങി നോക്കി, എന്തെങ്കിലും കൂടെ കിട്ടിയാലോ എന്ന് വിചാരിച്ചു. തണുപ്പായതുകൊണ്ടാണ് ഗൈസ്, അല്ലെങ്കിൽ ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നേനെ. ഒന്നോർത്താൽ നന്നായി. കുഞ്ഞുവിന് ഈ തണുപ്പൊക്കെ പിടിച്ചിട്ട് ഐസ്ക്രീമും കൂടെ കൊടുത്താൽ എൻ്റെ കാര്യം അധോഗതിയായി പോവും. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ എടുത്തൊക്കെ തരാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ വരും നോട്ടിഫിക്കേഷൻ. ബൈ. See you. See you.